സിനിമയെ പ്രേമിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അച്ഛൻ വരുത്തിവെച്ച കടങ്ങൾ വീട്ടാനായി ചെറുപ്രായത്തിലെ കള്ളനാകേണ്ടി വന്ന ഒരു പയ്യൻ. അപ്പൊ അവൻ ഗ്രാമത്തിലെ ഒരു ആസ്ഥാന കള്ളനായിട്ട് മാറി. മാധവൻ എന്നാണ് അവന്റെ പേര്. പിന്നീട് അവന്റെ പേര് അവൻ മീശ അങ്ങനെ പിരിച്ചു കഴിഞ്ഞാല്, ആൾക്കാരെ നോക്കി മീശ പിരിച്ചു കഴിഞ്ഞാല് അവിടെ കക്കാൻ കയറും എന്നാണ് ഗ്രാമത്തിലെ ഒരു ചൊല്ല്. അങ്ങനെയാണ് അവന് മീശ മാധവൻ എന്ന് പേര് വന്നത്. ഇന്നും നമ്മൾ ടെലിവിഷനിൽ എടുത്ത് കാണുമ്പോൾ മീശമാധവൻ സിനിമ കാണുമ്പോൾ നമ്മൾ ഒന്ന് ഇരുന്ന് പോകും. അതിമനോഹരമായ കോമഡി രംഗങ്ങൾ, അതിമനോഹരമായ പാട്ട് സീനുകൾ കൊണ്ട് സമ്പന്നമാണ് ആ സിനിമ. അധികം ബഡ്ജറ്റ് ഇല്ലാതെ അന്നത്തെ കാലത്ത് കൊച്ചു സിനിമ ആയിരുന്നു അത്. അപ്പൊ ആ സമയത്തൊക്കെ മലയാളക്കാരെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച അല്ലെങ്കിൽ ആ നെഞ്ചിലേറ്റിയ ഒരു ചിത്രമായിരുന്നു മീശമാധവൻ. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് മീശമാധവന്റെ അല്ലെങ്കിൽ ആ കള്ളന്റെ ആരാധകർക്ക് വീണ്ടും ആഹ്ലാദിക്കാനുള്ള ഒരു വകയായിട്ടാണ് ഇപ്പോൾ ഈ മീശമാധവന്റെ അണിയറ പ്രവർത്തകര് വരുന്നത്. എന്താണെന്ന് വെച്ചാൽ മീശമാധവൻ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. നിർമ്മാതാക്കളിൽ ഒരാളെ സുധീഷാണ് ഇത് വെളിപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 2027 സിനിമയുടെ 25ാം വാർഷികമാണ്. അപ്പൊ 4K റിലീസിന് ചിത്രം വീണ്ടും റീ റിലീസിന് ആലോചിക്കുന്നുണ്ടെന്നുമാണ് ഈ നിർമ്മാതാവ് പറയുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടെങ്കിൽ എല്ലാം വീണ്ടും നടത്തിയെടുക്കാം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോഴും മലയാളികളുടെ മനസ്സിൽ തത്തിക്കളിക്കുന്ന ഒരു പാട്ടാണ് ചിങ്ങമാസം വന്നു ചേർന്നാൽ നിന്നെ ഞാനൻ സ്വന്തമാക്കും. മീശമാധവനിലെ ഒരു അതിമനോഹരമായ ഗാനം. അതിലത്തെ ഓരോ പാട്ടും ഇപ്പോഴും ആരാധകര് ഏറ്റുപാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ലാൽ ജോസ് സംവിധാനം ചെയ്ത ഈ ചിത്രത്തിന് അന്നത്തെ കാലത്ത് നിർമ്മാതാവിനെ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന് കാരണമുണ്ട്. ലാൽ ജോസിന്റെ തൊട്ട് മുന്നേ റിലീസ് ചെയ്ത 2ാം ഭാവം അത് പൊട്ടിപ്പൊളിഞ്ഞു. അപ്പൊ അങ്ങനെ ഇരുന്നിട്ട് ഒരു ഫ്ലോപ്പിൽ നിൽക്കുന്ന ഒരു സംവിധായകന് പുതിയ നിർമ്മാതാക്കളെ കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് ഇപ്പൊ ഈ സിനിമ വന്നപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ, അതായത് ലാൽ ജോസിന്റെ ടീമിന് ഒരു വിശ്വാസമില്ല എന്ന് പറഞ്ഞിട്ട് പല നിർമ്മാതാക്കളും പിന്മാറി. ആ സമയത്താണ് ദിലീപിന്റെ സുഹൃത്തുക്കളായ ചിലര് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തത്. അത് സുബൈർ സുധീഷുമാണ്. പക്ഷെ എന്തോ പറയാനാണ്, അവരുടെ തലവര എന്ന് പറയാനായിട്ട് ചിത്രം അടിച്ചു കയറി വമ്പൻ ഹിറ്റായി മാറി. അപ്പൊ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം മീശമാധവൻ തിയേറ്ററിൽ എത്തുന്ന ആ നല്ല മുഹൂർത്തത്തിന് വേണ്ടിയിട്ട്.